ധനുവച്ചപുരത്ത് റിട്ടയർഡ് നഴ്സിംഗ് അസിസ്റ്റന്റ് സെലീനാമയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഈ സംഭവത്തിൽ ദുരൂഹതയുണ്ടാകുന്നു. നാളെ സെലീനാമയുടെ കല്ലറ തുറന്നു പരിശോധിക്കും. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ നൽകിയ പരാതിയിലാണ് നടപടി. മരണാനന്തര ചടങ്ങിന്റെ ഭാഗമായി മൃതദേഹം കുളിപ്പിച്ചപ്പോൾ സെലീനാമയുടെ ദേഹത്ത് മുറിവും ചതവും കണ്ടെത്തിയിരുന്നു. മരിച്ചു കിടക്കുന്നത് അപ്പോഴാണ് ഇവർക്ക് അസുഖം വന്നിട്ട് ഇവർ കൂടെ പോകാനൊരു ഇവരെ പോലത്തൊരു പ്രായമുള്ളൊരു സ്ത്രീ വരും. ആ സ്വർണ്ണമാല പോയിട്ട് വേറെ ഗോൾഡ് മാല ഇട്ട് കൊടുത്തു. പിന്നെ രണ്ട് വള ഉള്ളതിൽ ഒരു വള അവർ കൊണ്ടുപോയി, ഒരു വള ഉണ്ട് കഴിഞ്ഞത്. ഇന്നാണ് കല്ലറ തുറന്ന് മൃതദേഹം പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം എന്ന നടപടികൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ബി അരുണുണ്ട്. അരുണ്, നേരത്തെ നമുക്കറിയാം സമാനമായ ചില സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് തന്നെ പരിശോധനകൾ നടന്ന നിരവധി സംഭവങ്ങളുണ്ട്. ഇപ്പോൾ സെലീനാമയുടെ മരണത്തിൽ ബന്ധുക്കൾ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സെലീനാമ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഒരു സ്ത്രീയാണ്. പാറശാല താലൂക്ക് ആശുപത്രിയിലെ മുൻ ജീവനക്കാരിയാണ്. അവർ നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിരുന്നു. ഇവർ വീട്ടിൽ മരിച്ച ധനുവച്ചപുരം വൈദ്യൻ വിളാകത്ത് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കഴിഞ്ഞ മാസം 17-ാം തീയതി ഒരു മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 18-ാം തീയതി മണിവിളയിലെ പള്ളി സെമിത്തേരിയിൽ സംസ്കാര ചടങ്ങുകളും നടത്തി. 2 മക്കളാണ് സെലീനാമയ്ക്ക് ഉള്ളത്. ഇതിൽ മകൻ രാജുവാണ് ഒരു സംശയം പ്രകടിപ്പിച്ചത്. അമ്മയുടെ ആഭരണങ്ങൾ കാണാനില്ല, മൃതദേഹത്തിൽ ചില പാടുകൾ കണ്ടിട്ട് അതിലും ദുരൂഹതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രാജു പാറശാല പോലീസിൽ പരാതി നൽകി. ഈ മരണ വിവരം എത്തിയ ബന്ധുക്കൾ വാർഡ് സാന്നിധ്യത്തിലാണ് ഈ മരണ ചടങ്ങ് കൂടി. സംശയമുള്ളത് കൊണ്ട് തന്നെ അന്ന് ചടങ്ങ് നടത്തുമ്പോൾ തന്നെ വാർഡ് സാന്നിധ്യമൊക്കെ ഉണ്ടായിരുന്നു. തുടർന്നാണ് ഈ മൃതദേഹം പരിശോധിക്കണം, പുറത്തെടുത്ത് പരിശോധിക്കണമെന്ന ആവശ്യം മകൻ രാജു പോലീസിനെ അറിയിച്ചത്. അങ്ങനെ പോലീസ് RDO കൈമാറി. RDOയുടെ സാന്നിധ്യത്തിലാകും ഇന്ന് കല്ലറ തുറന്നുള്ള പരിശോധന നടത്തുക. 11 മണിയോടുകൂടി ഇവിടെ ഈ കല്ലറ തുറന്ന് മൃതദേഹം പുറത്തെടുക്കാൻ നടപടികൾ ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സെലീനാമയുടെ കല്ലറ തുറന്ന് പരിശോധിക്കാൻ ഒരുങ്ങുകയാണ്. ഏതായാലും വിശദമായ പരിശോധനയുണ്ടാകും. 11 മണിക്കാണ് നടപടിക്രമങ്ങൾ ആരംഭിക്കുക. BB അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്.